വലിയ രാഷ്ട്രീയ നാടകീയത സംഭവിച്ച ദിവസമാണ്. കൊട്ടാരക്കരയിലെ മുൻ MLA 3 ടൈം MLA CPM നേതാവ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു കുറച്ചു കാലമായി ഐഷ പോറ്റി എന്ന വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ലോക് ഭവന് മുന്നിൽ, അതായത് നമ്മുടെ ഗവർണറുടെ വസതി രാജ്ഭവൻ, ഇപ്പോൾ പേര് മാറ്റി ലോക് ഭവനായി, ലോക് ഭവന് മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച രാപ്പകൽ സമരവേദിയിൽ എത്തി കോൺഗ്രസിന്റെ അംഗത്വം ഐഷ പോറ്റി സ്വീകരിച്ചത്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും എന്ന വിവരം ഉൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഐഷ പോറ്റി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ കുറെ കാലത്തെ ഇടതുബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസിലേക്ക് വരവിന് കാരണം? ഞാനൊരു 2 വർഷമായിട്ട് ഇടതുപക്ഷത്തിൽ ഇല്ലല്ലോ. ഞാൻ 2023 മാർച്ചിന് ശേഷം ഇടതുപക്ഷത്തിൽ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഒഴിവാക്കാൻ. എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് ക്ഷമയ്ക്കൊരു പരിധിയില്ലേ. കുറ്റം പറയാൻ എനിക്കിഷ്ടമില്ല. അത് നിങ്ങൾ എത്ര നേരം ചോദിച്ചാലും ഞാൻ ലോകത്താരെയും കുറ്റം പറയത്തില്ല. അത് ഓരോരോ സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ. ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് പോയതിന്റെ പേരിൽ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. ഇപ്പോഴും അത് പ്രതീക്ഷിക്കുന്നു. അതും ഒരു ഘടകമാണ്. പക്ഷേ ഇതിനാർക്കും ക്ഷമയ്ക്കൊരു പരിധി ഒന്നും എനിക്കിഷ്ടമില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പക്വതയോടെ വരുന്നതിന് മുകളിലൊരു ശക്തിയുണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാം കാണുന്ന കാലത്തിൻ്റെ കാവ്യനീതിയാണത്. അതുകൊണ്ട് ഞങ്ങളുടെയൊന്നും കുടുംബങ്ങളിൽ ആരും ഈ പാർട്ടിയിൽ ഇപ്പം ഇല്ല. 3 വട്ടം അരിവാൾച്ചിരി നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ചു. ഇനിയിപ്പോൾ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ കൊട്ടാരക്കരയിൽ പ്രതീക്ഷിക്കാമോ? പറയാൻ പറ്റത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാതെ. എൻ്റെ മുമ്പിലുള്ള കാര്യമല്ലത്. എന്തായാലും ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം കാണുന്നത്. അനൂപിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം